ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ചേർത്തൊരു രസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില, ജീരകം, തേങ്ങാപ്പാൽ, ഇത് ഒന്നാം പാൽ, ഇത് രണ്ടാം പാൽ, പിന്നെ കടുക് വറുക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു തക്കാളിയും, ഒരു വലിയ തക്കാളിയെ ചെറിയൊരുണ്ട പുളിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് കൈവച്ച് ഞെവിടണം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിനകത്ത് ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. മല്ലിയില ഉള്ളവർക്ക് മല്ലിയില ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കുകയാണ്. അപ്പോൾ നമുക്കിത് കൈവച്ച് നന്നായിട്ട് ഉടച്ച് ഞെവിടാം. ഇത് ഞാൻ നന്നായിട്ട് ഞെരടിയിട്ടുണ്ട്, ഞെവിടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ടാം പാൽ ഇതിനകത്തോട്ട് ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് ഒന്നുകൂടെ വേണമെങ്കിൽ ഞെവിടാം. രണ്ടാം പാൽ ഞെവിടി ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നമുക്കിത് ഈ ഉള്ളിയും കുരുമുളകും എല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അടിക്കാം. ജീരകം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ജീരകത്തിൻ്റെ മണം എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് പൊടിച്ചിട്ട് വരാം. ഇവിടെ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് രസം വയ്ക്കാനുള്ളത്. ഇവിടെ ഞാൻ കുരുമുളക്, ചുമന്നുള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പാത്രം ചൂടാവട്ടെ, നമുക്കപ്പോഴും എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവയും കടുക് കൂടിനകത്തോട്ടിടാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി അരിഞ്ഞത് അതിനകത്തോട്ടിടാം. ഉള്ളി ചുമക്കട്ടെ. ഉള്ളി ചുമന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് അതിനകത്തോട്ടിടാം. 2 പച്ചമുളക് അരിഞ്ഞതും ഉണ്ട്. ഒരു പച്ചമുളക് അതൊന്ന് മൂക്കട്ടെ. ഇനി ചതച്ച് വെച്ച കുരുമുളകും ഉള്ളിയൊക്കെ ചതച്ചതിനകത്തോട്ടിടാം. അത് നന്നായിട്ട് മൂപ്പിക്കാം. കറിവേപ്പില ആണ് ഞാനിട്ടത്. മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇടാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കലക്കി വെച്ചേക്കുന്ന തക്കാളിയും ഇതോടെ ഞെവിടി വെച്ചിരുന്നില്ലായിരുന്നു, ഒന്നാം പാൽ ചേർത്ത്, അത് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ ചേർക്കാം. ഈ രണ്ടാം പാൽ ആദ്യത്തെ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഇടാം. ഞാൻ ഉപ്പൊക്കെ ചേർത്ത് ഇനി നമുക്ക് ഒന്നാം പാൽ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കണ്ട, ചൂടായാൽ മതി. ഒഴിച്ചിട്ടുണ്ട്. ഇനി തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇതിനകത്ത് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇടാം. രസം വയ്ക്കുമ്പം കായപ്പൊടി ഇടത്തില്ലേ, അതുപോലെ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.